സുഹൃത്തുക്കളെ, ഇനി നമ്മളൊരു യാത്ര പുറപ്പെടുകയാണ്. കുറേ കാലമായി വയനാട് ഭാഗത്തേക്കൊക്കെ പോയിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മളെ ഒരു സുഹൃത്തിൻ്റെ മകൻ്റെ കല്യാണം വരുന്നത്. അപ്പോൾ കല്യാണം കൽപ്പറ്റയിലാണ് നടക്കുന്നത്. നമ്മൾ മറ്റൊരു സുഹൃത്തുണ്ട് ചുള്ളിയോട്, അവിടെ പോകേണ്ടതുണ്ട്. അവിടെയാണ് നമ്മൾ ചെന്നാൽ താമസിക്കുക. അവിടെ താമസിച്ച് പിറ്റേ ദിവസം കല്യാണം കൂടി. ഇപ്പോൾ കാലവർഷം തുടങ്ങിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ കൂടുതൽ വയനാട്ടിൽ കറങ്ങാനൊന്നും കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ കാലാവസ്ഥക്കനുസരിച്ച് യാത്രകളൊക്കെ മാറ്റം വരുത്തി നാട്ടിലേക്ക് തിരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ തവക്കൽ അലല്ലാ യാത്ര തുടങ്ങുകയാണ്. ഈ യാത്രേൻ്റെ ഏതാനും കാഴ്ചകളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനും കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. യാത്ര തുടങ്ങി ഏകദേശം ഞങ്ങൾ അരീക്കോട് ഭാഗത്തെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇപ്പോൾ നാസ്ത കഴിക്കണം. നാസ്ത കഴിക്കാൻ നമ്മൾ ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് കുറച്ച് പൊറോട്ട വാങ്ങിക്കണം. അതാണ് ഇപ്പോൾ പൊറോട്ട ഒക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി പോയിട്ട് നാസ്ത കഴിക്കണം. അതാണ് വെട്ടുപത്തിരി ഉണ്ട്, പൊറോട്ട ഉണ്ട്, നൂൽപുട്ടുണ്ട്, ഇതെല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ ഒരു ഫാബ്രിക്കേഷൻ്റെ വർക്ക് ഇറക്കുന്ന ഷോപ്പാണെന്നാണ് തോന്നുന്നത്. അതിൻ്റെ മുന്നിലൊരു ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച മാതിരി ഉണ്ട്. ഏതായാലും നമ്മൾ നാസ്ത ആക്കാൻ ഇവിടെയാണ് വണ്ടി നിർത്തിയിട്ടുള്ളത്. ഇവിടെ അൽഹംദുലില്ലാ നല്ല റാഹത്തായിട്ട് നമുക്ക് ടേബിളൊക്കെ ഇട്ട് തന്നെ കഴിക്കാനുള്ള സൗകര്യം ഏതായാലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ ഇവിടുന്ന് നാസ്ത കഴിച്ചതിന് ശേഷമാണ് ഇനി നമുക്ക് യാത്ര തുടരാൻ. മഴ ഇങ്ങനെ ഇടയ്ക്ക് പെയ്തിട്ടും ചോർന്നിട്ടും അങ്ങനെ നിൽക്കുന്നുണ്ട്. ഏതായാലും നമ്മൾ യാത്രക്ക് ഇൻഷാ അല്ലാ തടസ്സമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് മഴ ഏത് രീതിയിലാണെന്ന് അറിയില്ല. ഏതായാലും ഇൻഷാ അല്ലാ ഞങ്ങൾ നാസ്തൊക്കെ കഴിച്ച് ഇനി ഇവിടുന്ന് യാത്ര തുടരും. അങ്ങനെ നാസ്തൊക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. ഇനി കോഴിക്കോട് നോളജ് സിറ്റി ഒന്ന് സന്ദർശിച്ചതിന് ശേഷം ആണ് വയനാട്ടിലേക്ക് തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോളജ് സിറ്റിയിലെത്തിയിട്ടുണ്ട്. കോഴിക്കോട് നോളജ് സിറ്റിൻ്റെ കവാടത്തിലേക്ക് ഇപ്പം നമ്മൾ കടന്നു കഴിഞ്ഞു. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട് തോന്നുന്നു. സെക്യൂരിറ്റിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചിട്ട് വേണ്ടി വരും ചിലപ്പോൾ അങ്ങോട്ട് പോകാൻ. മൂപ്പരവിടുന്ന് എണീറ്റ് വരുന്നുണ്ട്. എന്താണ് ചെയ്യണമെന്ന് നോക്കട്ടെ. മൂപ്പര് എന്തോ വണ്ടീൻ്റെ നമ്പർ എഴുതിയെടുക്കുകയാണ്. നമ്മളോട് കാര്യമായിട്ടൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. നമ്പർ എഴുത്തൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് പറയണമെന്ന് നോക്കട്ടെ, എന്നിട്ടാണ് നമുക്ക് ഇനി യാത്ര തുടരാൻ. അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. നമ്പർ നോട്ട് ചെയ്ത് നമ്മളോട് അകത്തേക്ക് പോകാൻ പറഞ്ഞു. അപ്പോൾ നോളജ് സിറ്റി കാണാത്ത 2-3 പേര് ഇതിലുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങി പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകേണ്ടതുണ്ട്. നമുക്ക് എത്തേണ്ടത് വയനാട് മുസ്ലിം ഓർഫനേജിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകും. പെണ്ണുങ്ങൾക്ക് കാണാനുള്ള സമയമൊക്കെ ഇവിടെ കഴിഞ്ഞൊരു സമയത്താണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് കറങ്ങി ഏകദേശം ലോഹറിൻ്റെ സമയം ആയിട്ടുണ്ട്. ഇവിടുന്ന് ലോഹർ നിസ്കരിക്കണം എന്ന് ഉദ്ദേശിക്കണം. ഇവിടുന്ന് ലോഹർ നിസ്കരിച്ചതിന് ശേഷം നമ്മൾ യാത്ര ഇൻഷാ അല്ലാഹ് തുടരും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ഞങ്ങൾ നോളജ് സിറ്റിയിൽ നിന്ന് അവിടുന്ന് ദോഹർ നിസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് പുറപ്പെട്ടിട്ടോ നമ്മൾ യാത്ര തുടർന്ന്. ഇപ്പം നമ്മൾ ചുരം കയറാനുള്ള ഏകദേശം ഒരുക്കത്തിലായിട്ടുണ്ട്. ചുരത്തിൽ നല്ല തിരക്കുണ്ട്. അതുപോലെ തന്നെ നല്ല മഞ്ഞ് ഒക്കെ മൂടിയിട്ട് നല്ല ഇരുട്ടായിട്ടുണ്ട്. ഇരുട്ടായൊരു കാലാവസ്ഥയാണ്. ഇങ്ങനത്തെ ഒരു ടൈമിൽ
വയനാട്ടിൽ ഇന്നലെ വന്നിട്ടില്ല. രാത്രി 1 മണി 2 മണിക്കൊക്കെ ഇങ്ങനെ വരുന്നത്. ഇങ്ങനെ ഒരു ടൈമിൽ വയനാട്ടിൽ വന്നിട്ടില്ല. ബാക്കിലെ വണ്ടിയൊക്കെ ലയിച്ചിട്ട് ഫ്രണ്ട് കിട്ടില്ല. അങ്ങനെ നമ്മൾ ചുരമൊക്കെ ഇറങ്ങി അവിടെ നിന്നെല്ലാം പോന്ന് ഇപ്പം നമ്മൾ വയനാട് മുസ്ലിം യത്തീംഖാനയിൽ എത്താറായിട്ടുണ്ട്. ഇനി ഇവിടെ കയറി സന്ദർശിച്ച് ഇവിടെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് നമ്മൾ ചുള്ളിയോട്ടേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ വയനാട് മുസ്ലിം ഓർഫനേജിൽ എത്തിയിട്ടുണ്ട്. ഓർഫനേജിൻ്റെ ഗേറ്റാണിത്. ഓർഫനേജ് കടന്ന് ഇനി നമ്മളവിടെ സുഹൃത്തുണ്ട്, സുഹൃത്തിനെ കാണണം. ഇവിടെ വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് നമ്മൾ പുറപ്പെടും. അങ്ങനെ ഇന്നലെ നമ്മൾ താമസിച്ചത് ഈ വീട്ടിലാണ്. ഇത് നമ്മളെ സുഹൃത്തിൻ്റെ വീടാണ്. ഇന്ന് പുലർച്ചെ നമ്മൾ നാസ്തെല്ലാം കഴിച്ച് സുഹൃത്തിൻ്റെ കുടുംബവും ഒത്ത് ചെറുതായിട്ട് പുറത്തൊന്ന് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാലാവസ്ഥ കുറച്ച് അനുകൂലമായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി ഒന്നിച്ച് പുറത്തൊന്ന് പോകാൻ തീരുമാനിച്ചു. ഞങ്ങൾ മുത്തങ്ങ വനത്തിലൂടെ ഒന്ന് യാത്ര ചെയ്യാനാണ് തീരുമാനിച്ച് പുറത്തിറങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ മുത്തങ്ങ വനത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെ കാഴ്ചകളൊക്കെ ഉണ്ട്. മാനും മൃഗങ്ങളൊക്കെ കുറേ കാണാൻ പറ്റി. ആനനെ കണ്ട്, കാട്ടുപോത്ത്, അതുപോലെ തന്നെ 3 ആനനെ കണ്ടു. പിന്നെ ആനൻ്റെ കുട്ടികളെ കണ്ടു. അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. എല്ലാം റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കാടിൻ്റെ ലാസ്റ്റ് ഈ റോഡ് അവസാനിക്കുന്നിടത്ത് വന്ന് തിരിച്ച് അങ്ങോട്ട് തന്നെ ഞങ്ങൾ പോയി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമുക്ക് ഒരു കല്യാണത്തിന് പങ്കെടുക്കാനുണ്ട്. അതിനാണ് അടുത്ത യാത്ര. അതിന് നമ്മളെ സുഹൃത്തിനുണ്ടായിരുന്ന കല്യാണം. സുഹൃത്ത് നമ്മളെ കൂടെ തന്നെ കല്യാണത്തിന് പോകുന്നുണ്ട്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ അവസാനിച്ചു. ഇപ്പോൾ ഞങ്ങൾ കല്യാണ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ സുഹൃത്ത് അഷ്റഫ് മേപ്പാടി എന്ന് പറഞ്ഞ സുഹൃത്ത്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണമാണ്. കല്യാണത്തിൻ്റെ മറ്റ് വിശേഷങ്ങളൊന്നും കൂടുതൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് പെട്ടെന്ന് യാത്ര ഇരിക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ആരെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. അതിനിടയിൽ കുറച്ച് നമ്മളെ പഴയ സുഹൃത്തുക്കളും പുതിയ സുഹൃത്തുക്കളുമായിട്ട് കുറച്ച് ആൾക്കാരെ കണ്ട്. നമ്മളെ യൂസഫ് പാലക്കാടിൻ്റെ നേതൃത്വത്തിൽ കുറേ പേരുണ്ടായിരുന്നു. അവരൊക്കെ ഒന്ന് കണ്ടു സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ 2 ദിവസത്തെ ഈ വയനാട് യാത്ര അവസാനിച്ചു. നാട്ടിലേക്ക് തിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.